നമസ്കാരം. രാമായണം വാൽമീകി എഴുതിയ അതിമനോഹര കാവ്യം, ആദികാവ്യം. ഭാരതത്തിന്റെ ഓരോ മനുഷ്യരുടെയും ജാതി മത വർഗ വർണ്ണഭേദമന്യേ ഓരോ മനുഷ്യന്റെയും പൈതൃകവും പാരമ്പര്യവും ഉൾച്ചേർന്ന ഒരു സുന്ദര കാവ്യം. ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഇടത്തും, പ്രത്യേകിച്ച് ഏഷ്യയുടെ ഏതാണ്ട് എല്ലായിടത്തും രാമായണത്തിന്റെ വിവിധ വകഭേദങ്ങൾ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ വിവിധ രാമായണങ്ങളുണ്ട്. നമുക്കറിയാം, ഏകദേശം ലോകത്തെമ്പാടുമായി 300-ൽ പരം രാമായണത്തിന്റെ വിവിധ വകഭേദങ്ങൾ ഉണ്ട് എന്നാണ്. കേരളത്തിൽ തന്നെ നമുക്കറിയാം, മാപ്പിള രാമായണം പോലും ഉണ്ട്. നമുക്കറിയാവുന്ന രാമായണങ്ങള് എഴുത്തച്ഛന്റെ കിളിപ്പാട്ട്, രാമായണം കിളിപ്പാട്ട്, വാൽമീകി രാമായണം, കമ്പരാമായണം, ഇങ്ങനെയൊക്കെയുള്ളതാണ് മലയാളിക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളത്. ഈ രാമായണം വിവിധ ദേശങ്ങളിൽ, തായ്ലൻഡിൽ രാംകീൻ എന്നും, കംബോഡിയയിൽ രേംകർ എന്നും, ലാവോസിൽ പ്രാലാക് പ്രാരാം എന്നും, മ്യാൻമറിൽ യാമ സാഡാവ് എന്നും, മലേഷ്യയിൽ ഹിക്കായത് സെരി രാമ എന്നും, ഇന്തോനേഷ്യയിലെ പല വിധത്തിൽ നമുക്കറിയാം. ഇന്തോനേഷ്യ എന്ന് പറയുന്ന ആ രാജ്യം എത്രത്തോളം ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിലും രാമായണം എന്നത് എത്രത്തോളം അവരുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അത്രത്തോളം അതുമായി താതാത്മ്യം പ്രാപിച്ച ഒരു ജനതയാണ്, രാമായണവുമായി താതാത്മ്യം പ്രാപിച്ച ഒരു ജനതയാണ് ഇന്തോനേഷ്യക്കാര്. ചൈനയിൽ തന്നെ ഹനുമാൻ മുഖ്യ കഥാപാത്രമാവുന്ന വ്യൂചങ് എൻ രചിച്ച ഹിഷിയുച്ചി രാമായണം, ബോധിസത്വൻ കഥാനായകനായി വരുന്ന, നമുക്കറിയാം കരാട്ടയുടെ ഒക്കെ ഒരു ഉദ്ഭവം ഇദ്ദേഹത്തിൽ നിന്നാണെന്നാണ് പറയുക. ബോധിസത്വൻ നായകനായി വരുന്ന രാമായണം തുടങ്ങിയവ ചൈനയിലെ വകഭേദങ്ങളാണ്. ഫിലിപ്പീൻസിൽ ഗോത്രവർഗക്കാർക്കിടയിൽ മലയൻ രാമായണമുണ്ട്. ഈ രാമായണം നമുക്കറിയാം ആദി കാവ്യവും ആദി ശ്ലോകവും രാമായണത്തിന്റെ വകയാണ്. ആദി ശ്ലോകം നമുക്കറിയാം. രാമായണം യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്, ഒരു ചരിത്രമാണോ? നമ്മൾ ഇതിഹാസങ്ങളായിട്ട് ആണ് നമ്മൾ പരിഗണിക്കപ്പെടാറ്. ഇതിഹാസ്യങ്ങളും മിത്തും മിത്തോളജിയും പിന്നെ ഇന്ത്യൻ ചരിത്ര രചന രീതി, ചരിത്ര ആഖ്യാന രീതിയൊക്കെ നമുക്കറിയാം. കാവ്യങ്ങളിലൂടെ, വാമൊഴികളിലൂടെ, വരമൊഴികളിലൂടെയൊക്കെയാണ് ഇതിങ്ങനെ വരാറ്. കൃത്യമായിട്ടുള്ളൊരു ചരിത്ര രചന രീതി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ശ്ലോകങ്ങളിലൂടെയും കേട്ട് മനപ്പാടമാക്കി അങ്ങനെ പകർന്ന് തലമുറകളിലേക്ക് നൽകുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നതും. കാരണം ആരാളും നശിപ്പിക്കപ്പെടാൻ കഴിയാത്തത് ഈ തലമുറകളിലൂടെ പകർന്നു കൊടുക്കുന്നത് കൊണ്ട്. കൃത്യമായ ഒരു ചരിത്ര രചനാ രീതി നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാമായണം അങ്ങനെ പല വകഭേദങ്ങളിലൂടെ വരുമ്പോൾ, പല തലമുറകൾ കഴിയുമ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ വരുന്നു, കൂട്ടിച്ചേർക്കൽ വരുന്നു, അതിമാനുഷികത്വം വരുന്നു. അങ്ങനെ പല നമ്മുടെ ചരിത്രങ്ങളും പിന്നീട് നമുക്ക് പോലും എത്ര വിശ്വാസികളാണെങ്കിൽ പോലും വിശ്വസിക്കാവുന്നതിനും അപ്പുറത്തേക്കുള്ള അതിഭാവതത്വം നിറഞ്ഞതായി മാറാറുണ്ട്. പക്ഷെ രാമായണത്തിന് നമുക്കറിയാം, വാൽമീകി ഒരു ഭാരതത്തിന്റെ ഒരു കോണിലിരുന്നു കൊണ്ട് ഈ ഭാരതത്തിന്റെ എല്ലാ പ്രദേശങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് ആ മനോഹര കാവ്യം എഴുതിയത്. ആ രാമന്റെ ചരിത്രം, രാമന്റെ കഥ എഴുതിയത്, രാമന്റെ അയനം, രാമന്റെ പ്രയാണത്തെക്കുറിച്ച് എഴുതിയത്. നമുക്കറിയാം, ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളും, നമ്മുടെ കേരളത്തിൽ തന്നെ ചടയമംഗലം, ജടായുമംഗലം തുടങ്ങി, പുൽപ്പള്ളിയിലെ ലവകുശ ക്ഷേത്രം നമുക്കറിയാം. അങ്ങനെ ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളും ഈ രാമായണവുമായി ബന്ധപ്പെട്ട് കൊടുക്കുകയാണ്. ചില തെളിവുകൾ നമുക്ക് രാമായണം പറയുന്ന ചില തെളിവുകൾ നമുക്കറിയാം. അങ്ങെവിടെയോ ഉത്തരേന്ത്യയിൽ ഇന്നത്തെ ഉത്തരേന്ത്യയിൽ ഇരുന്ന് ഈ രാമന്റെ ചരിത്രം എഴുതുമ്പോൾ, രാമന്റെ കഥ എഴുതുമ്പോൾ, സീതയുടെ ഗദ്ഗതങ്ങൾ, സീതയുടെ സങ്കടങ്ങൾ, ലക്ഷ്മണന്റെ സഹോദര സ്നേഹത്തെ കുറിച്ച് എഴുതുമ്പോൾ, മക്കളില്ലാതറിഞ്ഞ ദശരഥ രാജാവിന്റെ ആ വേദന എഴുതുമ്പോൾ, അപ്പോ അങ്ങനെ ഭരതന്റെ സ്നേഹത്തെ കുറിച്ച് എഴുതുമ്പോൾ, ഊർമിളയുടെ ത്യാഗത്തെ കുറിച്ച് എഴുതുമ്പോൾ, വാൽമീകിക്ക് അങ്ങ് എത്രയോ അകലെ ഒരു മനുഷ്യന്റെ ഒരു ആയുസിൽ നടന്നെത്താത്തത്രയും കാട്ടിലൂടെ നമുക്കറിയാം, വനദുർഗങ്ങളിലൂടെ, അതുപോലെ തന്നെ മലയിടുക്കുകൾ കടന്നിട്ട് നമുക്ക് ഈ ശ്രീലങ്കയിൽ എത്തിപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? കേവലം ഒരു സന്യാസി, ഇല്ലെങ്കിൽ ഒരു മഹർഷി, ആ ഒരു മഹർഷി ഉത്തരേന്ത്യയുടെ ഒരു ഭാഗത്തു നിന്ന് നടന്ന് അദ്ദേഹം കടലും കടന്ന് സമുദ്രവും കടന്ന് ലങ്കയിലെത്തി. ലങ്ക എന്ന ഒരു വലിയൊരു മനോഹരമായ ഒരു സാമ്രാജ്യം അവിടെ ഉണ്ടെന്നും തിരിച്ച് അദ്ദേഹം അവിടെ എത്തി അത്തരം ഒരു കഥയെ അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് അങ്ങനെ എഴുതാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അത് മാത്രമല്ല, ഈ ലങ്കയ്ക്കും ഭാരതത്തിനിടയിൽ, ഇന്ത്യക്കുമിടയിൽ
ഒരു സമുദ്രമായിരുന്നു, അതിലൊരു പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് ചിന്തിച്ചെഴുതാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ അങ്ങ് അയോധ്യയിലുള്ള രാമൻ അയോധ്യ തമിഴ്നാട്ടിലായിരിക്കണം, അല്ലെങ്കിൽ കേരളത്തിലായിരിക്കണം, അടുത്ത് ശ്രീലങ്കയുമായിരിക്കണം. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് സാധ്യതകളുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത് പോലും നമ്മൾ നടന്നെത്തേണ്ട ഒരു സാഹചര്യം നോക്കൂ. അന്ന് വനവും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ എല്ലാ സർവസ്പർശിയായിട്ട് എല്ലാ പ്രദേശങ്ങളിലും ഈ രാമന്റെ കഥ, രാമന്റെ ചരിത്രം എത്തിപ്പെട്ടിരുന്നു. അത് മാത്രമല്ല, അഭിമാനത്തോടെ ഒരു ഭാരതീയനും ക്കാൻ കഴിയുന്നത് പല രാജ്യങ്ങളുടെയും ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അവരുടെ സംസ്കാരവുമായിട്ടും ചരിത്രവുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ് രാമായണം. ഞങ്ങളുടേതാണ് യഥാർത്ഥ രാമായണം എന്ന് ഓരോ രാജ്യക്കാരനും പല രാജ്യക്കാരും അവകാശപ്പെടുന്ന ഒരു ചരിത്രം കൂടിയുണ്ട്. ഒരിക്കലും ഇതൊരു കെട്ടുകഥയോ ഒരു കവിഭാവനയോ ആകാൻ ഒരു സാധ്യതയുമില്ല. സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചരിത്ര ആഖ്യാന രീതികൾ, അല്ലെങ്കിൽ ചരിത്രം നമ്മൾ രേഖപ്പെടുത്തി വെച്ചത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാമൊഴിയും വരമൊഴിയും ശ്ലോകങ്ങളിലൂടെയും കാവ്യ രീതിയിലുമാണ്, കവിതകളിലൂടെയൊക്കെയാണ്. അത് പിന്നീട് അത് പാടിക്കേട്ടു വന്നപ്പോൾ ഒരു 10 പേരിലേക്ക് ഒരു വാക്ക്, ഒരു വാക്യം നമ്മൾ പറഞ്ഞൊരു 10 പേരിലെത്തുമ്പോഴത്തേക്ക് അതിന് മാറ്റം സംഭവിക്കുന്ന പോലെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. എങ്കിലും ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് റഷ്യയുടെ, നോക്കൂ, റഷ്യയിൽ പോലും അതിന്റെ രാമായണത്തിന്റെ ഒരു ഭഗവേദം ഉണ്ടാവുന്നു എന്ന് നോക്കുമ്പോൾ ഇത്രത്തോളം മനുഷ്യനെ സ്വാധീനിച്ച ഒരു കാവ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് എല്ലാ അർത്ഥത്തിലും ഇതൊരു മിത്താണെന്നോ അല്ലെങ്കിൽ ഒരു കെട്ടുകഥയാണോ ഒരു കവിഭാവനയാണെന്നോ വിചാരിക്കാൻ നമ്മുടെ മുമ്പിലുള്ള സാഹചര്യ തെളിവുകൾ വെച്ച്, ഇല്ലെങ്കിൽ സ്ഥലനാമങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഓരോ വിശ്വാസങ്ങൾ വെച്ച് നമുക്ക് ഒരിക്കലും ചിന്തിക്കുകയോ, പക്ഷെ ഒരു ഖേദം എന്ന് പറയാൻ നമുക്കത് തെളിയിക്കുവാനും ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല. ഇപ്പോ നമുക്കറിയാം, ഒരു മനുഷ്യനെ കുറിച്ച്, ഒരാളെ കുറിച്ച്, ഇപ്പോ യേശുദേവൻ, അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ ഇങ്ങനെ പറയുന്നു. അദ്ദേഹം 30 വയസ്സ് വരെ മറ്റോ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോ അദ്ദേഹത്തെയും നമുക്കൊരു കൃത്യമായിട്ട് വെള്ളക്കാരന്റെ അധികാരത്തിൽ, യൂറോപ്പിന്റെ കൽക്കീഴിലായിരുന്ന ലോകം എന്നതുകൊണ്ട് മാത്രമാണ് കുറച്ചുകൂടി വിശ്വാസ്യത അതിന് വരുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രാഖ്യാന രീതിയും മറ്റും, എങ്കിലും അദ്ദേഹം ചരിത്ര പുരുഷനായിട്ട് അദ്ദേഹത്തെ പറയാൻ കഴിയില്ല. പക്ഷെ ചരിത്ര പുരുഷനായിട്ട് വിശ്വസിക്കാൻ ആളുകൾക്ക് കഴിയുന്നു. അത് അവിടുത്തെ ചരിത്രാഖ്യാന രീതികളും അവർക്ക് ലോക ജനതയുടെ മേലുള്ള അതീശത്വവും മൂലമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കയിലെ പ്രവാചകനായ മുഹമ്മദ്. അങ്ങനെ ഓരോ കാര്യങ്ങളും. പക്ഷെ ഭാരതത്തിലെ രീതി വ്യത്യസ്തമായിരുന്നു. നമ്മുടെ പഠന രീതി പോലും അങ്ങനെയായിരുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ സൂക്ഷ്മമായി നമുക്ക് പരിശോധിച്ചാൽ നമുക്കറിയാം, ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളും, ഈ ഏഷ്യയുടെ തന്നെ ഓരോ പ്രദേശങ്ങളിലും രാമൻ എന്നത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നാമമാണ്. രാമായണം എന്നത് അവരുടെ സിരകളിൽ ഒഴുകുന്ന രക്തത്തിൽ കലർന്ന ഒരു വികാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അടുത്തിടെ വന്ന ഒരു പഠനം, സ്വിറ്റ്സർലൻഡിലെ ബേൺ സർവകലാശാലയിലെ ഭാഷാ വിദഗ്ധനും ഭാഷാശാസ്ത്ര വിഭാഗം മേധാവിയുമായ പ്രൊഫസർ ജോർജ് വെൻ ഡ്രീമിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പഠനത്തിൽ രാമായണം കേവലം ഒരു കാവ്യം മാത്രമല്ല, ഒരു കവിഭാവനയിലുണ്ടായ ഒരു കാവ്യം മാത്രമല്ല, മറിച്ച് ഒരു സംഭവ കഥയാണെന്നും ഒരു ചരിത്രമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ആ ഗവേഷകരുടെ സംഘം, സ്വിറ്റ്സർലൻഡിലെ ബേൺ സർവകലാശാലയിലെ ഒരു ഗവേഷക സംഘം കൃത്യമായിട്ട് പറയുന്നു, രാമായണം എന്നത് ഒരു ചരിത്രമാണെന്ന്. അതിന്റെ ഒരു പത്രവാർത്തയുടെ വിശദാംശങ്ങളാണ് ഞാൻ ഇതിനോടൊപ്പം പിൻ ചെയ്ത് വെക്കുന്നത്. എന്തായാലും നമ്മുടെ ജീവിതവുമായി ഇത്രയേറെ ബന്ധപ്പെട്ട ആ കാവ്യശകലം ഇങ്ങനെ മനോഹരമായിട്ട് പല ആളുകൾ എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന എഴുത്തച്ഛൻ അടക്കമുള്ള, കമ്പർ അടക്കമുള്ള, അങ്ങനെ ഒത്തിരി ആളുകൾ, ആ കമ്പരടക്കമുള്ള, എഴുത്തച്ഛൻ അടക്കമുള്ള പുണ്യ പുരുഷന്മാരുടെ പാതാര ബിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.